പെട്ടെന്നൊരു ബിരിയാണി വെക്കാൻ വെച്ചു. പെട്ടെന്നുണ്ടായ തീരുമാനമാണ്. പിള്ളേർക്ക് ഒരു പൂതി. ഉച്ചയായിപ്പോ ടോവിന പറയാ ബിരിയാണി തിന്നോ. അപ്പൊ ഞങ്ങൾ ചെറിയൊരു കോഴീനെ മേടിച്ചു. ഞങ്ങൾ ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോകും. വിചാരിക്കാത്തൊരു ബിരിയാണി ചെയ്യും. ഇവിടെ കസേര വിരിപ്പാണ് കേട്ടാ. എന്താ പറഞ്ഞ കാട് കാടൊന്ന് ഓടി ഒന്ന് ചതഞ്ഞു കാത്തിച്ചു. അതൊരാഘോഷമാണ് ഞങ്ങൾക്ക്. ബിരിയാണി ഉണ്ടാക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും ഇടാണ്ട് അത് തട്ടിക്കൂട്ട് ബിരിയാണി. പക്ഷെ രുചിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഉണ്ടാക്കും ഞാൻ. ഇല്ല ഇനി ഇതിന് മസാല തേച്ച് വെക്കണം. വെള്ളം വരട്ടെ. വെള്ളമുണ്ട്. താരാട്ട പൊന്നുവാ. ഇങ്ങനെ നോക്കി നിൽക്കുക. ചിക്കൻ മസാല കുറച്ച് ഇട്ട് പുരട്ടി വെക്കാനാണ്. കുറച്ച് തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒക്കെ കൂടി അങ്ങോട്ട് തിരുമ്പി കൂട്ടി വെക്കാം. 10-15 മിനിറ്റ് ഇരിക്കട്ടെ. മസാല റെഡി. അപ്പോൾ അത് മൂടി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പിലൊക്കെ സവാളൊക്കെ ഇരിഞ്ഞ് റെഡിയാക്കാം. അപ്പോൾ നമ്മളെ എളുപ്പത്തിനുള്ള ബിരിയാണി അല്ലേ? അപ്പോൾ നമ്മൾ ചിക്കൻ 2.5 കിലോത്തിൻ്റെ കോഴി മേടിച്ച് ക്ലീൻ ആക്കി ആയപ്പോൾ 1.5 കിലോ ഉണ്ടായിട്ടുണ്ടാവും. അതിപ്പോൾ നമ്മൾ മസാല, ചിക്കൻ മസാല, തൈര്, ഉപ്പ്, മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 ഫ്രൈ ഉണ്ടാവില്ലേ? പിന്നെ നമുക്കിത് റൈസിലേക്കുള്ളത് എത്ര ഏലക്കായ, പട്ട, കരയാമ്പൂ, പെരിഞ്ജീരകം, ലീഫ്, അത്ര ഐറ്റംസ്. ഇത് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ഇത് പെരിഞ്ജീരകം, സാധാ ജീരകം, ഏലക്കായ, പട്ട, പിന്നെ കരയാമ്പൂ ഉണ്ട്. പിന്നെ നമ്മളെ ജാതിക്ക ഐറ്റംസ് നമ്മൾ എടുത്തുണ്ട്. ശരിക്കും സാഹചര്യം കൂടി വേണം നമുക്ക്. നമുക്ക് ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇത് നമ്മളെ സാധാരണ ജീരകം, സാഹചര്യന്റെ ജീരകമുണ്ട്. അപ്പൊ ഉള്ളതുകൊണ്ട് നമുക്ക് തട്ടിക്കുട്ടി ബിരിയാണി. പിന്നെ ഇപ്പൊ നമ്മള് 1 കിലോ ജില്ല മേടിച്ചിട്ടുള്ളത് നമ്മള് ജീരകശാല അരി എടുത്താണത്. അത് 1 കിലോ മേടിച്ചിട്ടുണ്ട്. നമുക്ക് മല്ലിയില, പുതിന, തക്കാളി, സവാള. നമുക്ക് ആദ്യം സവാള ഒക്കെ അരിഞ്ഞെടുക്കാം. സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും വറുത്തിട്ടില്ല. നമ്മൾ പെട്ടെന്ന് പിള്ളേർക്ക് ഒരു പൂതി ബിരിയാണി കാണുന്നു. ചെറുത് പറയേ ബിരിയാണി തിന്നോളൂ. പച്ചമുളകും ഇഞ്ചി കഴുകിയെടുത്താലേ ഇത് അരച്ചെടുക്കണം. വെളുത്തുള്ളി തൊണ്ടളഞ്ഞിട്ട് ഒന്നിച്ച് അടിച്ചാ പോലെ. വെളുത്തുള്ളി 2 വെളുത്തുള്ളി എടുത്തോ. ഞാൻ സവാള ചെയ്യട്ടെ. അപ്പൊ നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. നമ്മള് പ്രാവശ്യം വേളാങ്കണ്ണിക്ക് പോയപ്പോ ഇങ്ങനത്തെ ബിരിയാണി വെച്ച് കഴിച്ചേ. ചിക്കനും ചോറൊക്കെ ഒന്നിച്ചിട്ടിട്ട് വെച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിച്ചില്ല? അവിടെ ക്യാൻറ്റീന്ന് കഴിച്ചില്ല? പള്ളി ക്യാൻറ്റീനിൽ. നമുക്ക് ഈ ചൂടുകാലത്ത് ആൾക്കാര് ചിക്കനൊക്കെ കുറയ്ക്കാൻ ചെയ്യണം തീറ്റ. നമ്മള് ചൂടുകാലത്ത് ചിക്കൻ തന്നെ ചെയ്യണത്. എല്ലാ ആൾക്കാരും ചിക്കനാ ചൂട്
കുറെ കൊല്ലങ്ങൾക്ക് മുമ്പിട്ടാണ് കിലോയ്ക്ക് 20 രൂപ. ഇപ്പോഴല്ല ഒരു പക്ഷിപ്പനി ഉണ്ടായിരുന്ന സമയത്ത് കിലോ 20 രൂപ. അന്ന് ഏറ്റവും കൂടുതൽ വില കൂടിയ 60 രൂപയാണ് ഒരു കിലോത്തുണ്ടായിരുന്നത്. കടം മാറി. അന്ന് പണിക്കാശ് കുറവുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പണിക്കാശ് കൂടുതലുണ്ട്. ഇപ്പോൾ സാധനത്തിന് വില കൂടുതലുണ്ട്. പണിക്കാശ് കൂടുന്ന ആൾക്കാർ പറയില്ല, സാധനത്തിന് വില കൂടി മാത്രമേ പറയുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ സവാള കരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. പച്ചമുളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കാം. മതി മതി മതി. അപ്പൊ അരിയെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് 2 പ്രാവശ്യം കഴുകിയെടുക്കും. അപ്പോൾ ഇതൊരു പാത്രം അരിയില്ലേ? ഒന്നിന് 1.5. അപ്പോൾ നമ്മൾ ഒരു പാത്രം അരി എടുത്തിട്ടുണ്ട്. അത് ജീരകശാല, 1.5 പാത്രം വെള്ളം. ഒരു 2 പ്രാവശ്യം കഴുകുന്നേക്ക് നമുക്ക് ലേശം വെള്ളത്തിലൂടെ കുതിർത്തിട്ടാ കേട്ടാ. നമുക്ക് തക്കാളി എടുക്കണം 2 വലിയ തക്കാളി എടുത്താണ്. ചോറും എല്ലാം കൂടി ഒന്നിച്ചിടുമ്പോൾ തക്കാളിയൊക്കെ അധികം പുളിപ്പ് കൂടും. ഇനി ലേശം പുതിനയില, മല്ലിയിലയും പുതിനയില നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ചുരുക്കിയാലും മല്ലിയിലയും പുതിനയിലയും വേണം ബിരിയാണിക്ക്. നമ്മളിപ്പോൾ പുറത്തടുപ്പിലാണ് ബിരിയാണി വയ്ക്കാൻ പോണത്. നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കണത്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് നമ്മൾ പേസ്റ്റാക്കിയത് അത് മൂത്തിട്ടുണ്ട്. നമുക്കിനി 6 സവാള അരിഞ്ഞത്. പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കിട്ടാ. ഇതിൽ പെട്ടെന്നായാലും ടേസ്റ്റ് കുറവില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാളക്കുള്ള ഉപ്പ് മതി. ഇപ്പം നമുക്ക് നോക്കിയിട്ട് ഇനി അരി വയ്ക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇടണം. വെച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ 2 തക്കാളി അരിഞ്ഞ് വലിയ തക്കാളി ആയിട്ടാണ് എടുത്താണ്. ബിരിയാണി എല്ലാവരും ഉണ്ടാക്കൂലേ? ഏത് ടൈപ്പ് ആണെങ്കിലും ഉണ്ടാക്കും. പെട്ടെന്നൊരു ബിരിയാണി. ചിലപ്പോൾ നമ്മളൊരു സാധനം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സവാള വറുത്ത് വയ്ക്കുക, അണ്ടിപ്പരിപ്പ് മുന്നിലൊക്കെ വറുത്ത് വയ്ക്കും. കുറച്ചുകൂടി ലാഡ്ഷായിട്ട് ഉണ്ടാക്കും. പൈനാപ്പിള് ക്യാരറ്റ് ഒക്കെ ഇടും. നമ്മളിതൊന്നും ഉപയോഗിക്കുന്നില്ല. പെട്ടെന്നൊരു പൂതി. അപ്പോൾ ചില ചുരുക്കൊരു ബിരിയാണി എന്നാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. ടേസ്റ്റ് കുറവും ഉണ്ടാവില്ല. അതിൽ ചിക്കൻ്റെ ഗ്രേവിക്കകത്ത് ചോറ് വേവല്ലേ, അതിന് പ്രത്യേക ഒരു ടേസ്റ്റായി. നമ്മുടെ മസാല ഒക്കെ പറ്റി വെച്ച ചിക്കൻ ഇപ്പോൾ ഇടുന്നുണ്ട് ഞങ്ങൾക്ക്. ഈ എണ്ണ കിടന്നിട്ടേ ഒന്ന് സെറ്റാവട്ടെ. നമ്മൾ മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതിന് നമ്മൾ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്.
നമ്മൾ മല്ലിയിലയും പുതിന കൂടിയിട്ട് അരിഞ്ഞത്. ലേശം തൈര്, ഗരം മസാല നമ്മൾ പൊടിച്ചതാണ്, ബിരിയാണി മസാല സ്പെഷ്യൽ. ചിക്കൻ നമ്മുടെ മസാല ഒക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ആവി കാക്കാം. നമ്മൾ ഈ ഒരു പാത്രം അരി എടുത്താണ്, അതിനകത്ത് 1.5 പാത്രം വെള്ളം. നമ്മൾ ഈ പാത്രം വെച്ച് നമ്മൾ 1.5 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി മസാല ഇന്ന് വെള്ളം തിളക്കട്ടെ. നമുക്കിനി അരിയും കൂടി ഉള്ള കാരണം ഒന്നിച്ചിടുന്ന കാരണം ഇതും കൂടി അതിനകത്ത് ഇടാം നമുക്ക് മസാല. ഇത് ആദ്യം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇടാനും കുഴപ്പമില്ല, ഇപ്പോൾ ഇടാനും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇടാനുണ്ട്. പെരുംജീരകം, ഏലക്കായ, കറുകപ്പട്ട, കരയാമ്പൂ. ഉപ്പ് നോക്കണം, ചോറിനുള്ള ഉപ്പും കൂടി നമ്മളിനകത്ത് ഇടണം. ഇപ്പം നമ്മൾ സാധാരണ ചോറ് തനിച്ച് വയ്ക്കണമെങ്കിൽ ചെറുനാരങ്ങ പിഴിയും, എന്നിൽ ചോറ് തമ്മിൽ പൊട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. നമ്മളിപ്പോൾ ചെറുനാരങ്ങ പിഴിയണില്ല, ചില ചോറിന് പുളി വരും. എല്ലാ മസാലയും തക്കാളിയും തൈരക്കൂടിയൊക്കെ എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ചെറുനാരങ്ങ പിഴിയണില്ല, എന്നാലും ചോറ് നൊട്ടി പിടിക്കില്ല. തിളക്കട്ടെ, തിളച്ചിട്ട് നമുക്ക് അരിയണം. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി അരിടാൻ പോവുകയാണ്. നല്ല മസാലയുടെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 1 കിലോ ജീരകശാല, 1.5 കിലോ ചിക്കൻ, തട്ടിക്കൂട്ട് ബിരിയാണി. തട്ടിക്കൂട്ട് ബിരിയാണി, എളുപ്പത്തിലൊരു ബിരിയാണി. നമ്മൾ ഇത് കറക്റ്റ് സെറ്റാവണം, അല്ലെങ്കിൽ കുളാവും. ആ ബിരിയാണി എന്താവെന്ന് കണ്ടറിയാം നമുക്ക്. നമ്മൾക്ക് ഇങ്ങനെ വെച്ചിരുന്ന നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ദമ്മിടണം. സാറായിട്ടുണ്ട്. നമുക്ക് നമ്മൾ പൈനാപ്പിൾ ഉപയോഗിച്ചല്ലോ, കുറച്ച് പൈനാപ്പിൾ എസൻസ് ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. ഒരു മണം ഉണ്ടായിക്കോട്ടെ. നമ്മൾ 2 തുള്ളി പൈനാപ്പിൾ എസൻസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. കുറച്ച് നെയ്യ് നമുക്കിനി ദമ്മിടാം. പിന്നെ അപ്പോൾ ഒരു 10-15 മിനിറ്റ് സാധനം ഇവിടെ ഇരിക്കട്ടെ, തമ്മിലിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് വേവിച്ചാലേ റിസൾട്ട് അറിയണ്ടേ. എന്താ ചൂട്, ഒരു സർവത്തോളം കുടിച്ചാൽ നമുക്ക്. അടുപ്പിനോട് വന്നപ്പോഴേ ഭയങ്കര ചൂട്. അപ്പോൾ നമുക്കൊരു നാരങ്ങോളം കുടിക്കാൻ പറ്റും. ഒരു നാരങ്ങോളം കലക്കണം. നമുക്കിനി ദമ്മ് പൊട്ടിക്കുക എന്തായി നോക്കാം. നമുക്ക് വാവ്,
സൂപ്പർ ബിരിയാണി എന്താ ഞങ്ങൾ വെക്കുമ്പോ പറഞ്ഞേ ചിലപ്പോ അത് കൊളാവും അല്ലേ പപ്പേ? കണ്ട നമ്മുടെ എളുപ്പത്തിൽ ബിരിയാണി ചിക്കനും എല്ലാം ഒന്നിച്ചിട്ട് അരിയൊക്കെ ഒന്നിച്ചിട്ട് വെച്ച ചിക്കൻ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കല്ലേ? എല്ലാവരും വെച്ച് നോക്കാം. അപ്പൊ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്ത് സൂപ്പറായിട്ട് ഉണ്ടാക്കി. നല്ല അടിപൊളി ചോറും ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അധികം സമയം വന്നിട്ടില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ ബിരിയാണി അപ്പൊ നമ്മൾ ഉണ്ടാക്കി കാണിച്ച്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാം. നിങ്ങൾ ടേസ്റ്റുള്ള ബിരിയാണി ആട്ടോ. നമ്മൾ എളുപ്പം ഉണ്ടാക്കി വെച്ചിട്ട് ടേസ്റ്റ് കുറവൊന്നുമില്ല. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. പിന്നെ വേറെ പ്രത്യേക കാര്യം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകള് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ശരി. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും വരും കേട്ടോ. അടുത്തൊരു വേറൊരു ഐറ്റം ആയിട്ട്.